കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ മുൻപ് എങ്ങുമില്ലാത്ത ഒരു ഉണർവും ആവേശവുമൊക്കെ സന്ദീപ് വാര്യരിൽ കാണാനുണ്ട് എന്നാണ് അഭിപ്രായം. സംസാരത്തിലും ശരീരഭാഷയിലുമെല്ലാം ഒരു വിജയുടെ മട്ടാണ് വാര്യർക്കിപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഈ കോൺഫിഡൻസ് കൊണ്ട് സ്കോർ ചെയ്യുന്നുമുണ്ട് അദ്ദേഹം. ഇപ്പോഴിതാ അദ്ദേഹം നൽകിയ ഉരുളക്കുപ്പേരി പോലെയുള്ള ഒരു മറുപടിയാണ് വൈറലാവുന്നത്. അതിനെക്കുറിച്ചറിയാം. കഴിഞ്ഞ ദിവസം സന്ദീപ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അത് ഇങ്ങനെയാണ്: കോൺഗ്രസിൽ ചേർന്നത് മുതൽ മിത്രോംസ് ചോദിക്കുന്നത് പൊന്നാനിയിൽ പോകുന്നില്ലേ എന്നാണ്. ഒടുവിൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു. പൊന്നാനിയിൽ ഇന്ന് പോകുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും MP ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് പൊന്നാനിയിൽ നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ന് 12 മണിക്ക് സന്ദർശനം നടത്തും. സ്വാമിയെ ശരണമയ്യപ്പ. ഇങ്ങനെയായിരുന്നു ആ പോസ്റ്റ്. ഈ പോസ്റ്റിന് കീഴിൽ വന്ന 1000-ഓളം കമന്റുകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു: പൊന്നാനിയിൽ പൊക്കോ, പക്ഷേ ആ ശബരിമല വിശ്രമ കേന്ദ്രം മലിനമാക്കണോ എന്നായിരുന്നു കമന്റ്. ആ കമന്റിന് വാര്യർ നൽകിയ മറുപടിയാണ് മറുപടി. അത് ഇങ്ങനെയാണ്: അതിന് ഞാൻ ഹാൻഡ്സ് വെച്ച് ശബരിമലയിൽ പോകാറില്ല. പിന്നെ പറയേണ്ടതില്ലല്ലോ, കമന്റ് ട്രോളന്മാർ ഏറ്റെടുത്തു, വൈറലായി. ഇതൊന്നും അറിയാത്ത K. സുരേന്ദ്രനും കിട്ടി കണക്കിന്. എന്തായാലും കോൺഗ്രസിൽ ചേർന്നതിൽ പിന്നെ സന്ദീപ് ജി വേറെ വൈബാണ്. വെറുത്ത് വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കരനോട് സ്നേഹം, പൊന്നാനിയിലേക്ക് സ്വാഗതം തുടങ്ങി വാര്യർക്ക് പ്രോത്സാഹനവുമായി കോൺഗ്രസ് അനുകൂലികളും എത്തിയതോടെ സന്ദീപ് ജി വീണ്ടും വൈറലായി. അങ്ങനെ സന്ദീപ് വാര്യർ എന്തായാലും പൊന്നാനിയിൽ പോയി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളത്തിലും പൊന്നാനിയിലെ പ്രസിദ്ധമായ മുസ്ലിം പള്ളികളിലും സന്ദർശനം നടത്തി അദ്ദേഹം. വലിയ ജുമാഅത്ത് പള്ളിയിലും വലിയ ജറാത്തിലുമാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ ശേഷം ആദ്യമായാണ് അദ്ദേഹം പൊന്നാനിയിലെത്തിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കരുതെന്ന് സ്വകാര്യ കമ്പനി നൽകിയ പരസ്യത്തെ വിമർശിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തിയതും ശ്രദ്ധേയമായിരുന്നു. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കണമെന്നായിരുന്നു പരസ്യത്തിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞത്. ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടേണ്ടത് ക്രിസ്മസ് സ്റ്റാറുകൾ ഉപയോഗിച്ചല്ല. മണ്ഡലകാലത്ത് അയ്യപ്പ സ്വാമിയുടെ ചിത്രം പതിച്ച മകരനക്ഷത്രം ഉപയോഗിക്കൂ എന്നായിരുന്നു പരസ്യം. ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും. വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു. ഈ നിലപാടുമായി എങ്ങനെ മലയാളികൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുക? ഒരു വശത്ത് ക്രൈസ്തവരെ BJPയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു, മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു. ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും. അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മതസാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം എന്നായിരുന്നു ആ പരസ്യത്തിന് സന്ദീപ് വാര്യർ നൽകിയ മറുപടി.